വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാരാശിയിൽ ഉള്ളവരും ഉണ്ട്, വൃശ്ചിക രാശിയിലുള്ളവരും ഉണ്ട്. അപ്പോൾ തുലാരാശിയിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അവർക്ക് 5-ൽ രാഹു വന്നു, 9-ാം ഭാവത്തിൽ വ്യാഴവും വന്നു. അപ്പോൾ ഈ 9-ൽ നിൽക്കുന്ന വ്യാഴം തന്നെ ഈ 5-ലേക്കും ദൃഷ്ടിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ 5-ൻ്റേതായിട്ടുള്ള രാഹുവിൻ്റെ ദോഷമൊന്നും വരുന്നില്ല. ഉപാസന മൂർത്തികൾ, അങ്ങനെ ജ്ഞാനത്തെ തരുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപാസനയൊക്കെ ഏറ്റവും നന്നായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ 6-ാം ഭാവത്തിൽ ശനി വരുന്നു. 6-ലെ ശനി എപ്പോഴും നല്ലതാണ്. ശനീശ്വരൻ നമുക്ക് ദോഷങ്ങളൊന്നുമില്ല. എത്ര ശത്രുക്കളുണ്ടെങ്കിലും അവർക്ക് അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ തുലാരാശിയിൽ നിൽക്കുന്ന വിശാഖ നക്ഷത്രം. ഇനി വൃശ്ചിക രാശിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അഷ്ടമത്തിലേക്കാണ് നമ്മുടെ വ്യാഴം പോയത്. ഈ അഷ്ടമത്തിൽ വ്യാഴം പോവുകയും 4-ൽ രാഹു വരികയും 5-ൽ ശനി വരികയും ചെയ്തു. അവർക്ക് ഇത്തിരി ദോഷമാണ്. അപ്പം 4-ൽ രാഹു വരിക, 10-ാം ഭാവത്തിൽ കേതു വരികയാണ്. കേതു അപ്പോൾ 4-ും 10-ലും കേതു വരുന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ എന്നെന്നും പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് രോഗങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വഴക്കുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ ഈ കുടുംബമായിട്ടുണ്ടാവും. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ദേവതകളെ നന്നായിട്ട് ആരാധിക്കും.